ഹായ് SSC CGL-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ 9th സെഷനാണിത്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് 8 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വരാനിരിക്കുന്ന CGL-ന്റെ എക്സാംസിലെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വളരെ ലോജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഫോർമുലാസ് ഒഴുകിക്കൊണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസേഴ്സ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷൻസിൽ നോക്കുന്നത്. സോ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ നമുക്ക്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ സെഷനിൽ എ ഹെമിസ്ഫിയർ ഓഫ് ലെഡ് ഓഫ് റേഡിയസ് 4 സെന്റിമീറ്റർ ഈസ് കാസ്റ്റ് ഇൻ ടു എ റൈറ്റ് circular cone of height 72 centimeter. What is the radius of the base of the cone എന്നാണ് ചോദിക്കുന്നത്. നമുക്കവിടെ പറയുന്നത് ഒരു 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ലെഡിന്റെ ഹെമിസ്ഫിയറിനെ ഒരു റൈറ്റ് സർക്കുലർ കോൺ ആക്കി മാറ്റുവാണ് ഓഫ് ഹൈറ്റ് 72 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ കോണിന്റെ റേഡിയസ് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ ആ ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയത്തിലേക്ക് പോകുവാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബ് ആണ്. നമുക്കിവിടെ ആർ എന്ന് പറയുന്നത് ഓൾറെഡി 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ടാണ്. നമുക്ക് അതിനെ 4 ക്യൂബ് എന്ന് എടുക്കാം. ഈക്വൽ ടു അതിനെയാണ് ഒരു കോണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കോണിന്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേന് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇവിടെ നമുക്ക് ആ ഹൈറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 72 സെന്റിമീറ്റർ എന്ന. നമുക്ക് ആ റേഡിയസ് ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പൈയും ഈ ഒരു 3യുടെ വാല്യൂയും ക്യാൻസൽ ആവും. അതുപോലെ ഇവിടുന്ന് ഈ പൈയും ഈ 3യും ക്യാൻസൽ ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ ഫർദർ ക്യാൻസൽ ചെയ്യുന്ന ഇത് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. സോ 64ഉം 72ഉം നമുക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 8 എന്നും ഇവിടെ നമുക്ക് 9 എന്നും വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റിമൈനിങ് ബാക്കിയുള്ള ടേംസിനെ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 2 into 8 16 ഡിവൈഡഡ് ബൈ നമുക്ക് ഈ സൈഡിൽ ഒരു 9 ഉണ്ട്. സോ ബൈ 9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 16 എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. ആൻഡ് 9 എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ 4/3 എന്ന് വരും. ആൻഡ് 4/3 നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1.33 എന്നായിരിക്കും വരുന്നത്. സോ 1.33 സെന്റിമീറ്റേഴ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 1.33 സെന്റിമീറ്റർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, if the angles of a triangle are x minus 46 degree, x plus 96 degree and 8x degree, then what is the value of 2x എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ഒരു ട്രയാങ്കിളുടെ എല്ലാ ആംഗിൾസും പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എടുക്കാം. സോ x minus 46 പ്ലസ് x പ്ലസ് x minus 46 പ്ലസ് x plus 96 പ്ലസ് 8x എന്ന് പറയുന്നതാണ് നമുക്ക് 180 എന്ന് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇതിനൊന്ന് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ 8xും 2xും ഉണ്ട്. സോ അതെല്ലാം കൂടി നമുക്ക് 10x എന്ന് എടുക്കാം. പ്ലസ് 96 മൈനസ് 46 എന്ന് പറയുമ്പോൾ അത് 50 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് 180 എന്ന് ഓൾറെഡി ഉണ്ട്. സോ ഇവിടെ നിന്ന് ഇതെല്ലാം ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ സീറോസ് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇവിടുന്ന് x ഈക്വൽ ടു 18 മൈനസ് 5 13 എന്ന് വരും. പക്ഷെ ചോദിച്ചിരുന്നത് x അല്ല, 2x ആണ് ചോദിച്ചിരുന്നത്. സോ 2x എന്ന് പറയുമ്പോൾ 13ന്റെ ഡബിൾ 26 എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ വരും. സോ 26 ഡിഗ്രി. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 26 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ. ആൻഡ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ സർക്കിൾ ആൻഡ് ടാൻജനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. O ഈസ് ദി സെന്റർ ഓഫ് ദിസ് സർക്കിൾ. ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, ആ ഒരു സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് O ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാൻജന്റ് ഡ്രോൺ ഫ്രം എ പോയിന്റ് ടച്ചസ് ദി സർക്കിൾ അറ്റ് Q എന്ന് പറയുന്നുണ്ട്. സോ ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് നമ്മുടെ ആ സർക്കിളിനെ ടച്ച് ചെയ്യുന്നത് Q എന്ന് പറയുന്ന പോയിന്റിലാണ്. ആൻഡ് ആ ടാൻജന്റ് ഈ പോയിന്റിനെ P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PQയുടെ ലെന്ത് 24 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് OQ എന്ന് പറയുമ്പോൾ ഈ ഒരു റേഡിയസിനെ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 10 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് OP എന്നാണ് ചോദിക്കുന്നത്. ഈ ലൈനിന്റെ ലെന്ത് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ സിമ്പിൾ ആണ്, നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഇവിടെ ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വാല്യൂസ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ ഒരു വാല്യൂയുടെ ഒരു വാല്യൂ 10ഉം 24ഉം കൊടുത്തേക്കുന്നത്. അതിന്റെ ഹാഫ് എടുക്കുകയാണെങ്കിൽ 5ഉം 12ഉം ആണ് രണ്ട് വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ 5ഉം 12ഉം 13. അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് തന്നെ ആ വാല്യൂസ് ട്രിപ്ലെറ്റ്സ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആ ട്രിപ്ലെറ്റ്സിൽ ഉള്ള വാല്യൂസിലേക്ക് പോകുമ്പോൾ നമ്മൾ 5, 12, 13 എന്ന് പറയുന്നത് ഒരു പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. അതൊരു പ്രിമിറ്റീവ് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് കൂടിയാണ്. സോ അതിന്റെ ഡബിൾ എടുക്കുകയാണെങ്കിൽ 10, 24 ആൻഡ് 13ന്റെ ഡബിൾ 26 എന്ന് വരും. സോ ഇവിടെ നമുക്കറിയാം 10ഉം 24ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു O
പി എന്ന് പറയുന്ന ഹൈപ്പോട്ടസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 26 സെന്റിമീറ്റേഴ്സ് എന്ന് വരും. സോ ആൻസർ ഈസ് 26 സെന്റിമീറ്റർ. സോ ആ ഒരു ട്രിപ്ലറ്റ് വാല്യൂസ് അറിയാവുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വാല്യൂസ് വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ക്വസ്റ്റിനെ സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്തൊരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഫോർ 3 years at 14% per annum is rupees 4,200 less than the simple interest on the same sum for 5 years at the same rate. Find this sum. അപ്പോൾ അവിടെ പറയുന്നത് നമുക്ക് നെറ്റ് റേറ്റ് എടുക്കാം. അവിടെ പറയുന്ന 2 കണ്ടീഷൻസ് ആണ്. ഒരു കണ്ടീഷനിൽ പറയുന്നത് 3 വർഷത്തേക്ക് 14% പലിശ. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ റേറ്റ് വരാൻ പോകുന്നത് 3 into 14% ആയിരിക്കും. അതേ സെയിം പ്രിൻസിപ്പിളിൽ തന്നെ വരുന്ന അടുത്തൊരു കണ്ടീഷനാണ് 5 വർഷത്തേക്ക് സെയിം റേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 14% പലിശ. അപ്പോൾ അവിടുത്തെ മൊത്തം റേറ്റ് എന്ന് പറയുന്നത് 5 into 14 ആയിരിക്കും. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 3 വർഷവും 5 വർഷവും എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസ് 2 വർഷത്തെ 2 വർഷത്തേക്ക് 14% പലിശ വെച്ചാണെങ്കിൽ മൊത്തം ആ ഡിഫറൻസ് ഇൻ റേറ്റ് എന്ന് പറയുന്നത് 28% വ്യത്യാസമാണ്, പലിശയുടെ വ്യത്യാസമാണ് വരുന്നത്. ആൻഡ് ആ 28% പലിശയുടെ വ്യത്യാസത്തിനാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് ₹4,200 എന്ന് കൊടുത്തിരിക്കുന്നത് ഡിഫറൻസിന്. അങ്ങനെയാണെങ്കിൽ 28% എന്ന് പറഞ്ഞാൽ 4,200 ആണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 100% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ എത്ര എന്നുള്ളത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. സോ 4200 എന്ന് പറയുന്നതാണ് 28%. അങ്ങനെയാണെങ്കിൽ 100% എത്ര? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ 28നെ 7 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4 എന്നും 42നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 എന്നും വരും. ആൻഡ് ദെൻ നമുക്ക് ഇവിടുന്ന് ഈ 4ഉം ഇവിടുത്തെ ഈ ഒരു 100നെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 25 എന്ന് വരും. സോ 6 into 25 എന്ന് പറയുന്നത് 150 ആണ്. അതുകൂടാതെ നമ്മുടെ ഈ 100ന്റെ 2 സീറോസ് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 15,000 എന്ന ആൻസർ വരും. 15,000. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 15,000 ആണ് നമ്മുടെ ആൻസർ. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഒരു ടൈം ആൻഡ് വർക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈം ആൻഡ് വർക്കിന്റെ വർക്ക് ഡൺ ബൈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിലെ ക്വസ്റ്റൻ ആണ്. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. 450 മെൻ ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം എടുക്കുമെങ്കിൽ അതേ സെയിം വർക്ക് 30 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര മെൻ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് 450 മെൻ ഇൻറ്റു 20 ഡേയ്സ് എന്ന് പറയുന്നതാണ് എക്സ് മെൻ ഇൻറ്റു 30 ഡേയ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സീറോസ് ക്യാൻസൽ ആവും. ഇവിടുന്ന് ഈ 3യും 49യും ക്യാൻസൽ ചെയ്യുമ്പോൾ 15 എന്ന് വരും. സോ 15 into 2 30 എന്ന് വരും. പിന്നെ അവിടെ ഒരു സീറോ കൂടി ഉണ്ട്. സോ 300. സോ നമുക്ക് 300 മെൻസ് ആണ് വേണ്ടിയത് ഈ ഒരു വർക്കിനെ 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ ബി 300 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ SSC CGLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓൾറെഡി നമ്മൾ കുറേ സെഷൻസ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി ചാനലിൽ പോയി അത് കാണാവുന്നതാണ്. ആൻഡ് ഇനിയും ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുവഴി നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസിനെ എങ്ങനെ പെട്ടെന്ന് CGLന്റെ എക്സാംസിലും SSCയുടെ എക്സാംസിലും ഈവൻ റെയിൽവേയുടെ എക്സാംസിലൊക്കെ അപ്പിയർ എങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഇതേപോലത്തെ ഇനി അപ്കമിങ് വീഡിയോസും ഒക്കെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. സോ വരുന്ന സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റൻസുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.